ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 14 ചൊവ്വ 2025 വാർത്തകളിലേക്ക്. ശബരിമല മകരവിളക്ക് ഇന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ ശരംകുത്തിയിലെത്തും. തുടർന്ന് 6:30 അയ്യപ്പന് തിരുവാഭരണം ചാർത്തി മഹാദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാവും. ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. മകരവിളക്കിന് 2 ലക്ഷത്തോളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുരക്ഷാ ഒരുക്കം പൂർത്തിയായെന്നും PS പ്രശാന്ത് കൂട്ടിച്ചേർത്തു. മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന എല്ലായിടങ്ങളിലും പർണശാലകൾ നിറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ദർശനത്തെത്തിയ തീർത്ഥാടകർ മലയിറങ്ങാതെ കാത്തിരിപ്പിലാണ്. ശബരിമലയിലും നിലയ്ക്കലിലും പമ്പയിലും സമീപ പ്രദേശങ്ങളുമായി 5000 പോലീസുകാരാണ് സുരക്ഷ ഒരുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുക. ആന എഴുന്നള്ളത്ത് നിയന്ത്രണം സംബന്ധിച്ച് ആനകൾ തമ്മിൽ എത്ര ദൂരം വേണമെന്ന് സർക്കാർ അറിയിക്കണമെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2012 എഴുന്നള്ളത്ത് ചട്ടം കർശനമായി പാലിക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയാണ് ഹൈക്കോടതിയുടെ പുതിയ നീക്കം. ഉത്സവങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആനകളെ എഴുന്നള്ളിക്കാൻ അനുമതി തേടാനാവൂ എന്നും 2012 ചട്ടത്തിൽ പറയുന്നതായി ഹൈക്കോടതി അറിയിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിനിടെ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഇത് സംബന്ധിച്ച് നോർക്കയുടെ അറിയിപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചു. പത്തനംതിട്ടയിലെ കായിക താരമായ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ആകെ 58 പ്രതികളെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാർ കേസിലെ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞു. പത്തനംതിട്ട, ഉലവന്തിട്ട, മലയാലപ്പുഴ, പന്തളം എന്നീ പോലീസ് സ്റ്റേഷനിലായി 29 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹണി റോസിനെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിനെ ഹൈക്കോടതിയിൽ തിരിച്ചടി. രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യം നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല. കേസ് ഈ മാസം 27 മാറ്റി മുൻകൂർ ജാമ്യം നൽകുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുടെയും ചാനൽ ചർച്ചകളുടെയും താൻ അധിക്ഷേപിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയത്. എന്നാൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. പരാതി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഒരു അതിക്രമം നേരിട്ടാൽ അത് എത്ര വർഷം കഴിഞ്ഞാലും അതിക്രമം തന്നെയാണെന്നും അതിൽ പ്രതികരിച്ചില്ലെങ്കിൽ പോലും അതിക്രമം അല്ലാതാകില്ലെന്നും എഴുത്തുകാരി KR മീര 5-10 മിനിറ്റുള്ളിൽ പ്രതികരിച്ചില്ലെങ്കിൽ വാലിഡ് അല്ലാതാകാൻ OTP അല്ല സ്ത്രീയുടെ പൗരാവകാശങ്ങളെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് എഴുത്തുകാരിയുടെ ഈ പ്രതികരണം. UDFന് നിരുപാധികമായ പിന്തുണ നൽകാനുള്ള PV അൻവർ MLA തീരുമാനം സ്വാഗതം ചെയ്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ആര് വേണമെന്നുള്ളത് നിശ്ചയിക്കാൻ പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ടെന്നും പാർട്ടി എല്ലാവരുമായി ചർച്ച ചെയ്താകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും ചെന്നിത്തല വ്യക്തമാക്കി. UDF അനുവദിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെയും മത്സരിക്കുമെന്ന് PV അൻവർ. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി മത്സരിച്ചിരിക്കും. അദ്ദേഹം എവിടെ മത്സരിക്കുന്നുവോ അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് PV അൻവർ സഞ്ചരിക്കുന്നതെന്നും CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാവെക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും CPM നേതാവ് A വിജയരാഘവൻ പറഞ്ഞു. PV അൻവർ പറയുന്നതെല്ലാം പതിരാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. PV അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നുവെന്ന് അന്ന് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞിരുന്നുവെന്നും പ്രതിപക്ഷ VD സതീശൻ. PV അൻവർ MLA സ്ഥാനം രാജിവെച്ച സ്വന്തം തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. MK രാഘവൻ MPക്കെതിരെ കണ്ണൂരിൽ വീണ്ടും പ്രതിഷേധം. പയ്യന്നൂരിലെ പ്രവർത്തകരാണ് രാഘവനെതിരെ പരസ്യമായി പോസ്റ്റുകൾ പതിച്ചത്. MK രാഘവന്റെ ബന്ധുവായ CPM പ്രവർത്തകന് നൽകിയ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പാർട്ടിയെ വിറ്റ് പണം ഉണ്ടാക്കും, രാഘവന്മാർ തുലയട്ടെ എന്നും പോസ്റ്ററിലുണ്ട്. വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ PC ജോർജ് മുൻകൂർ ജാമ്യ ഹർജി നൽകി. ചാനൽ ചർച്ചയ്ക്ക് നടത്തിയ മതവിദ്വേഷ പ്രസ്താവനയിലെടുത്ത കേസിലാണ് ജാമ്യ ഹർജി നൽകിയത്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഭരണഘടനയെയും ന്യൂനപക്ഷ അവകാശങ്ങളെ എന്ന വിഷയത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ നിന്ന് അവസാന നിമിഷം പിന്മാറി മുതിർന്ന നേതാവ് G സുധാകരൻ. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സെമിനാറിൽ നിന്നുള്ള പിന്മാറ്റം. പരിപാടിയിൽ CPM പ്രതിയായി നിശ്ചയിച്ചിരുന്നത് G സുധാകരനെയായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. RTO ചെക്ക് പോസ്റ്റുകൾ നടത്തിയ മിന്നൽ റെയ്ഡിന് പിന്നാലെ പാലക്കാട് ജില്ലയിലെ 13 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് വിജിലൻസ് ശുപാർശ നൽകി. വാളയാർ, ഗോവിന്ദപുരം, ഗോപാലപുരം, നടുപ്പണി ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് റിപ്പോർട്ട്. 2 ദിവസമായി വിജിലൻസ് 26 പേർക്കെതിരെയാണ് റിപ്പോർട്ട് നൽകിയത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി കല്ലറ പൊളിക്കുമെന്ന് സബ് കളക്ടർ OV ആൽഫ്രഡ്. നിയമ നടപടിയും മുന്നോട്ട് പോകുമെന്നും കല്ലറ എന്ന് പൊളിക്കണമെന്ന തീരുമാനം നാളെ എടുക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇവന്റ് ഉടമ PS ജനീഷിന് ജാമ്യം. തൈപ്പൊങ്കൽ ആഘോഷം പ്രമാണിച്ച് സംസ്ഥാനത്ത് 6 ജില്ലകൾക്ക് ഇന്ന് പ്രാദേശിക അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് പ്രാദേശിക അവധി ഉണ്ടായിരിക്കുക. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി.
10 വർഷത്തോളമായി തുടർന്ന മുത്തൂറ്റ് ഫിനാൻസിലെ തൊഴിൽ തർക്കത്തിൽ തൊഴിലാളിയെ തിരിച്ചെടുക്കാൻ ഉത്തരവ്. മുതിർന്ന പൗരയായ ഉമ്മയെ സംരക്ഷിക്കുമായി ബന്ധപ്പെട്ട സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം RDO പുറപ്പെടുവിച്ച ഉത്തരവ് അടിയന്തരമായി നടപ്പിലാക്കാൻ കേരള വനിതാ കമ്മീഷൻ ആൺമക്കളോട് നിർദ്ദേശിച്ചു. പാലക്കാട് ഗസ്റ്റ് ഹാളിൽ നടന്ന അദാലത്തിലാണ് 85 വയസ്സായ ഉമ്മ പരാതിയുമായി എത്തിയ ഉമ്മയെ സംരക്ഷിക്കാൻ 4 ആൺമക്കളും തയ്യാറാവുന്നില്ലെന്നായിരുന്നു പരാതി. പ്രമുഖ BJP നേതാവ് ശോഭ സുരേന്ദ്രൻ BJP സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നെന്ന് റിപ്പോർട്ടുകൾ. ഒറ്റരാത്രിയിലെ മലവെള്ളപ്പാച്ചിലിൽ വേർപിരിഞ്ഞ ജീവിതങ്ങൾ ജ്യോതി ദർശനത്തിനായി അയ്യപ്പ സന്നിധിയിൽ. ഉരുൾപൊട്ടൽ നാശം വിധിച്ച വയനാട്ടിലെ ചുരൽമല, മുണ്ടക്കൈ, അട്ടമല എന്നിവിടങ്ങളിലാണ് മകരജ്യോതി ദർശനത്തിനായി കയറി എത്തിയത്. ഞായറാഴ്ച രാത്രിയാണ് ഇവർ സന്നിധാനത്ത് എത്തിയത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം തെളിഞ്ഞ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ദിയാസ്ഥാനത്തിൽ ശ്യാമ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ വീണ് കിടന്ന ഭാര്യയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചു എന്നായിരുന്നു ഭർത്താവ് രാജീവിൻ്റെ മൊഴി. പോസ്റ്റ്മോർട്ടത്തിലാണ് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ശ്യാമയെ കഴുത്തിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് ചോദ്യം ചെയ്യൽ ഭർത്താവ് രാജീവ് മൊഴി നൽകി. കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമല്ല. തിരുവനന്തപുരം കണിയാപുരം കാരിച്ചറയിൽ വീട്ടിനടിയിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തി. യുവതിക്കൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയെ കാണാനില്ല. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണിയാപുരം കണ്ടൽ നിയാസ് മൻസിൽ ഷാനു എന്ന വിജിയാണ് വീട്ടിൽ ഹാളിലെ തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ സജീവമാകുന്നു. കോമറൻ മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിലെ മഴ സാഹചര്യം വീണ്ടും ശക്തമാക്കുന്നത്. ജനുവരി 13 മുതൽ 16 വരെയുള്ള 4 ദിവസം സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചുള്ളത്. മഹാകുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമായി. ആദ്യ ദിനം 1.5 കോടി ജനങ്ങളാണ് ത്രിവേണി സംഗമത്തിലെ സ്നാനത്തിൽ പങ്കെടുക്കുന്നതെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ജമ്മു കാശ്മീരിലെ സോൻമാർഗ് തുരങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന വേളയിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചു. രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ഇന്ത്യയുടെ 3ാം തലമുറ ടാങ്ക് വേദ മിസൈലായ നാഗ് മാർക്ക് സെക്കൻഡ് ആൻറ്റി ടാങ്ക് ഗൈഡൻസ് മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി നടന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവസാന നിമിഷം ഗോളിൽ ഒഡീഷ FCയെ മറികടന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. 2-3 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ജയം. 1 ഗോളിന് പിറകിൽ നിന്ന ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവ്. ഈ ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്തേക്ക് കയറി. 16 മത്സരങ്ങൾ 6 ജയവും 2 സമനിലയും 8 തോൽവിയുമുള്ള ടീമിന് 20 പോയിൻ്റാണുള്ളത്. ഒഡീഷ 7ാം സ്ഥാനത്താണ്. പാൻ കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട സന്ദേശങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. പാൻ കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിൽ 24 മണിക്കൂറിൽ ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്കാകുന്ന തരത്തിലാണ് ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നത്. ഉപഭോക്താക്കൾ ആവർത്തിച്ച് പരാതികളെത്തുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഇത്തരത്തിൽ വരുന്ന സന്ദേശങ്ങളിലെ ലിങ്കുകൾ ഓപ്പൺ ചെയ്യുന്ന വഴി ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തട്ടിപ്പ് സംഘം ചോർത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ത്യ പോസ്റ്റ് ഉപഭോക്താക്കൾക്ക് ഇത്തരത്തിൽ സന്ദേശങ്ങൾ അയച്ചിട്ടില്ലെന്നും അജ്ഞാത ലിങ്കുകൾ കയറി വ്യക്തിവിവരങ്ങൾ ചോർത്തുന്നതിലേക്ക് എത്തുമെന്നും PIBXൽ കുറിച്ചു. പാൻ കാർഡ് വിവരങ്ങൾ അത്യാവശ്യങ്ങൾ മാത്രം നൽകുക. വിശ്വസ്തയുള്ള ഏജൻസികൾക്കും പ്ലാറ്റ്ഫോമുകൾക്കും മാത്രമേ ആവശ്യമെങ്കിൽ മാത്രമേ വ്യക്തിവിവരങ്ങൾ നൽകാവൂ എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇമെയിൽ വഴിയോ SMS വഴിയോ വരുന്ന സന്ദേശങ്ങൾ ലിങ്കുകൾ ക്ലിക്ക് ചെയ്തെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.